നിങ്ങളിപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മിക്കവാറും നിങ്ങളുടെ കഴുത്ത് അല്പം മുന്നോട്ട് വളഞ്ഞ് തോളുകൾ താഴേക്ക് തൂങ്ങി നട്ടെല്ല് ഒടിഞ്ഞൊരു രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? അതെ, മിക്ക ആളുകളും ഇപ്പോ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. ശ്വാസമെടുക്കുന്നതും വളരെ ഉപരിപ്ലവമായിട്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന അതേ ഇരിപ്പിൽ നിങ്ങൾ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒന്ന് ശ്വാസം എടുത്തു നോക്കിയാൽ നിങ്ങളുടെ കോശങ്ങളുടെ ഘടനയും ഓർമ്മശക്തിയും വരെ മാറ്റിയെഴുതാൻ കഴിഞ്ഞേക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോഴതൊരു ചെറിയ തമാശയെ തോന്നാം, പക്ഷേ ഇതിലെ വലിയൊരു ശാസ്ത്രമുണ്ട്. ശരിക്കും. ഇപ്പൊ നമ്മുടെ ശരീരത്തെ പഴയ ഒരു വീടിനോട് ഉപമിച്ചാൽ ആ വീടിന്റെ ഭിത്തികൾക്ക് വിള്ളലുകൾ വീഴുമ്പോൾ നമ്മൾ ആ വീട് പൊളിച്ചു പുതിയത് പണിയുകയാണ് പതിവ്. എന്നാൽ ശരീരമെന്ന ഈ വീട് പൊളിച്ചു മാറ്റാതെ തന്നെ അതിനെങ്ങനെ പുനർനിർമ്മിക്കാമെന്നാണ് ഈ ആഴത്തിലുള്ള ചർച്ചയിൽ നാം പരിശോധിക്കുന്നത്. തീർച്ചയായും. വേദാതിരി മഹർഷിയുടെ വ്യായാമ പദ്ധതികളെ അടിസ്ഥാനമാക്കി 8 വയസ്സുള്ള കുട്ടി മുതൽ 100 വയസ്സുള്ള പ്രായമായ ഒരാൾക്ക് വരെ തുടങ്ങാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. അതായത് കോശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശാരീരിക പുനർനിർമ്മാണം. അപ്പോ ഈ പുനർനിർമ്മാണം തുടങ്ങേണ്ടത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ വലിയ ഭാരങ്ങൾ ഉയർത്തിക്കൊണ്ടോ മണിക്കൂറുകളോളം ഓടിക്കൊണ്ടോ ഒന്നുമല്ല, അല്ലേ? ഒരിക്കലുമല്ല. കോശങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രക്തയോട്ടവും പിന്നെ അതിലൂടെ ലഭിക്കുന്ന ഓക്സിജനുമാണ്. അതായത് നമ്മുടെ മുൻകാല പ്രവൃത്തികളോ പോസ്ചറുകളോ കാരണം കോശങ്ങളുടെ ആ ഒരു അറേഞ്ച്മെന്റിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെ അതെ, നമ്മുടെ പാരമ്പര്യം കാരണം പോലും ഇത് സംഭവിക്കാം. ഈ വ്യതിയാനങ്ങളെ തിരുത്തുക എന്നതാണ് ശരിയായ വ്യായാമത്തിന്റെ ലക്ഷ്യം. അതിനൊരുത്തമ ഉദാഹരണമാണിപ്പോ നിങ്ങൾ ആദ്യം പറഞ്ഞ ലളിതമായ പ്രവൃത്തി. ശ്വാസമെടുക്കുമ്പോൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുക എന്നത്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒരു നിമിഷം, എനിക്കവിടെ ഒരു സംശയമുണ്ട്. അതായത് കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നതും നമ്മുടെ ശ്വാസകോശവും തമ്മിൽ ശരിക്കും എന്താണ് ബന്ധം? നമ്മൾ വെറുതെ വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിന് കൈകൾ എന്തിനാണ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഗുരുത്വാകർഷണം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ നിത്യജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കൈകൾ താഴേക്കാണ് ഇരിക്കുന്നത്, അല്ലേ? അതെ, ജോലി ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ കൈകൾ താഴോട്ടാണ്. ശരിയാണ്. അപ്പോ ഗുരുത്വാകർഷണം കാരണം രക്തം എപ്പോഴും ഈ കൈകളുടെ താഴ്ഭാഗത്തേക്ക്, അതായത് കൈപ്പത്തികളിലേക്ക് കൂടുതലായി ഇറങ്ങി നിൽക്കാൻ ഒരു പ്രവണതയുണ്ട്. ഓഹോ, അപ്പൊ കൈകൾ ഉയർത്തുമ്പോഴോ? നമ്മൾ ദീർഘമായി ശ്വാസമെടുക്കുന്നതിനൊപ്പം കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ കൈകളിലെ ഞരമ്പുകളിൽ ഈ കെട്ടിക്കിടക്കുന്ന രക്തം ഗുരുത്വാകർഷണം മൂലം താഴേക്കൊഴുകും. അതായത് തോളുകളിലേക്കും ശ്വാസകോശത്തിന്റെ ഭാഗത്തേക്കും ഇരച്ചെത്തും. മനസ്സിലായി. അപ്പോൾ ശ്വാസകോശത്തിന്റെ ചുറ്റും രക്തയോട്ടം വർദ്ധിക്കുമ്പോൾ അത് സ്വാഭാവികമായും വികസിക്കാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നു. അതെ, പ്രത്യേകിച്ച് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും വികസിക്കാൻ ഈ ഒരൊറ്റ പ്രവൃത്തി സഹായിക്കും. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്കിടുമ്പോൾ ശ്വാസകോശത്തിന്റെ താഴ്ഭാഗവും വികസിക്കുന്നു. അതായത് ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് തലകീഴായി പിടിക്കുമ്പോൾ അതിലെ വെള്ളം മുഴുവൻ താഴേക്ക് ഒഴുകി വരുന്നത് പോലെയാണല്ലേ ഇത്? വളരെ കൃത്യമായ ഉപമയാണത്. രക്തം ശ്വാസകോശത്തിന് ചുറ്റുമെത്തുമ്പോൾ അവിടെ ഓക്സിജൻ സ്വീകരിക്കാനുള്ള ആ ഒരു ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഈ ഓക്സിജൻ എടുക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ഉറവിടങ്ങളിൽ പറയുന്ന ചില കണക്കുകൾ എന്നെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കി. എന്താണ് ആ കണക്കുകൾ? ഇപ്പൊ നമ്മൾ ഒരു തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 12 ക്യൂബിക് ഇഞ്ച് ഓക്സിജനാണ് എടുക്കുന്നതെങ്കിൽ പുറത്തേക്ക് വിടുന്നത് 16 ക്യൂബിക് ഇഞ്ച് ആണെന്ന് അതിൽ പറയുന്നു. സയൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ദ്രവ്യത്തെ ഇല്ലാതാക്കാനോ പുതിയതായി നിർമ്മിക്കാനോ കഴിയില്ലെന്നാണല്ലോ. അപ്പോ ഈ 12 എടുത്താൽ 16 എങ്ങനെ പുറത്തുവരും? ആ അധികമുള്ള 4 ക്യൂബിക് ഇഞ്ച് എവിടെ നിന്ന് പെട്ടെന്നുണ്ടായി എന്നാണ് എന്റെ സംശയം. വളരെ യുക്തിസഹമായ ഒരു സംശയമാണത്. അവിടെ ശരിക്കും ഒരു മാജിക് ഒന്നുമില്ല. തികച്ചും ശരീരശാസ്ത്രപരമായ ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന 12 ക്യൂബിക് ഇഞ്ച് വായു എന്നത് പ്രധാനമായും ഓക്സിജനും മറ്റു വാതകങ്ങളുമാണ്. ഇത് കോശങ്ങളിലെത്തുമ്പോൾ അവിടെ സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശങ്ങളുടെ ശ്വസന പ്രക്രിയ നടക്കുന്നു. അതായത് കോശങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. അതെ അതെ. ഈ പ്രക്രിയയുടെ ഫലമായി വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്.
ഇത് ശരീരത്തിന്റെ മെറ്റബോളിക് വേസ്റ്റ് അഥവാ മാലിന്യമാണ്. ഓ, അപ്പോ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന എക്സ്ട്രാ മാലിന്യങ്ങളാണ് ആ 4 ക്യൂബിക് ഇഞ്ച്. തീർച്ചയായും നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവിൽ ഈ കാർബൺ ഡയോക്സൈഡും ശരീരത്തിന്റെ ഊഷ്മാവ് കാരണം വികസിച്ച നീരാവിയും അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് അതിന്റെ അളവ് 16ആയി വർദ്ധിക്കുന്നത്. അതായത് ഉള്ളിലേക്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ മാലിന്യങ്ങൾ നമ്മൾ പുറത്തേക്ക് കളയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വലിയ ചോദ്യം കൂടി വരുന്നു. നമ്മൾ ഈ പരമ്പരാഗതമായി കേൾക്കുന്ന യോഗയിലോ മറ്റു ശ്വസന വ്യായാമങ്ങളിലോ ഒക്കെ എപ്പോഴും പറയുന്നത് ശ്വാസം ഉള്ളിലേക്കെടുത്തിട്ട് അത് പരമാവധി സമയം പിടിച്ചു നിർത്താനാണല്ലോ. കുംഭകം എന്നാണതിനെ യോഗയിൽ വിളിക്കുന്നത്. അതെ, കുംഭകം. ഉള്ളിൽ കൂടുതൽ ഓക്സിജൻ നിൽക്കുന്നത് കോശങ്ങൾക്ക് നല്ലതല്ലേ? അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ശ്വാസം ബലമായി പിടിച്ചു നിർത്തുന്നത് മിക്കവാറും സന്ദർഭങ്ങളിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ശ്വാസം പിടിച്ചു നിർത്തുന്നത് അത്ര വലിയ കുഴപ്പമാണോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അഥവാ നമ്മുടെ നിയന്ത്രണമില്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന നാഡീവ്യൂഹമാണ്. തലച്ചോറിലെ മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന ഭാഗമാണ് രക്തത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് മനസ്സിലാക്കി എപ്പോൾ ശ്വാസമെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ കൃത്രിമമായി ഇടപെടാൻ പാടില്ല അല്ലേ? പാടില്ല. നിങ്ങൾ ബലമായ ശ്വാസം പിടിച്ചുവെക്കുമ്പോൾ കോശങ്ങളിൽ നിന്ന് പുറന്തള്ളേണ്ട ആ കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കാൻ തുടങ്ങും. ഓഹോ, അത് അപകടമാണല്ലോ. അതെ, ഇത് ശരീരത്തിൽ വലിയൊരു പാനിക് അഥവാ പരിഭ്രാന്തി ഉണ്ടാക്കുകയും സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ആരോഗ്യവാനായ ഒരാൾ 1 മിനിറ്റിൽ ഏകദേശം 18 തവണ ശ്വാസം എടുക്കുന്നതാണ് ഏറ്റവും സ്വാഭാവികമായ പ്രക്രിയ. മനസ്സിലായി. അതിൽ കൃത്രിമമായി ഇടപെടാതെ മുൻപ് പറഞ്ഞതുപോലെ കൈകൾ ഉയർത്തി ശ്വാസകോശത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വായുവെത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ശരിയാണ്. ശ്വാസകോശത്തിന്റെ സ്വാഭാവിക താളത്തിൽ നാം ഇടപെടാൻ പാടില്ല. പകരം ശരീരത്തിന്റെ പോസ്ചർ മാറ്റിക്കൊണ്ട് അതിനെ സഹായിക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോ ശ്വാസോച്ഛ്വാസം ശരിയായി, ശരീരത്തിൽ ഓക്സിജനും ഊർജവും എത്തി. പക്ഷെ ഈ എത്തുന്ന ഊർജം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ മറ്റവയവങ്ങളെയും കോശങ്ങളെയും പുനർനിർമ്മിക്കുന്നത്? ഇതിനൊരു പാത വേണ്ടേ? ആ പാതയാണ് നമ്മുടെ നട്ടെല്ല്. തലച്ചോറിലേക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുമുള്ള ജീവശക്തിയും വിവരങ്ങളുമൊക്കെ കൈമാറുന്ന ഹൈവേയാണ് നട്ടെല്ല്. അപ്പോ സെറിബ്രോസ്പൈനൽ ദ്രാവകം തലച്ചോറിലേക്ക് കൃത്യമായി ഒഴുകേണ്ടതും അത്യാവശ്യമാണല്ലോ. അതെ അതെ. ഈ ഹൈവേയിലെ തടസ്സങ്ങൾ മാറ്റാനാണ് നമ്മുടെ ഉറവിടങ്ങളിൽ മകരാസനം എന്ന വളരെ ലളിതമായ വ്യായാമം നിർദ്ദേശിക്കുന്നത്. മകരാസനമോ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? പൂർണ്ണമായും മലർന്നു കിടന്നുകൊണ്ട് വളരെ പതുക്കെ യാതൊരു ആയാസവുമില്ലാതെ നട്ടെല്ല് 2 വശത്തേക്കും തിരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇതിലൂടെ നട്ടെല്ലിന്റെ ഓരോ കണ്ണികൾക്കും അവിടെയുള്ള സൂക്ഷ്മമായ നാഡികൾക്കും കൃത്യമായ വ്യായാമം ലഭിക്കുന്നു. സത്യം പറയാമല്ലോ, എനിക്കിത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മലർന്നു കിടന്ന് നട്ടെല്ല് പതുക്കെ അനക്കുന്ന ഈ മകരാസനം നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ, അതായത് അന്തർസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ബാലൻസ് ചെയ്യും എന്നാണ് അവകാശപ്പെടുന്നത്. തൈറോയ്ഡ് പോലെയോ അഡ്രിനലിൻ പോലെയുള്ള ഗ്രന്ഥികളെ ഇത്രയും ലളിതമായൊരു വിശ്രമാവസ്ഥയിലുള്ള വ്യായാമം എങ്ങനെയാണ് ശരിയാക്കുന്നത്? ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് യോഗ എന്നാൽ ശരീരത്തെ നന്നായി സ്ട്രെച്ച് ചെയ്ത് വിയർത്തു കുളിക്കുന്ന എന്തോ ഒന്നാണെന്നാണ്. അവിടെയാണ് ആധുനിക മനുഷ്യർക്ക് പറ്റുന്ന ഒരു വലിയ അമളി. നാം തിരിച്ചറിയേണ്ടത് ഗ്രന്ഥികൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ അവയ്ക്ക് യാതൊരു വിധത്തിലുള്ള സ്ട്രെസ്സും അഥവാ സമ്മർദ്ദവും പാടില്ല. സ്ട്രെസ് പാടില്ല. അപ്പോൾ കഠിനമായ വ്യായാമങ്ങൾ സ്ട്രെസ് ഉണ്ടാക്കോ? തീർച്ചയായും. നമ്മൾ കഠിനമായി ശരീരത്തെ വളയ്ക്കുമ്പോഴോ വലിയ ഭാരമെടുക്കുമ്പോഴോ നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സജീവമാകും. അതായത് ശരീരം ഒരു യുദ്ധത്തിനോ ഓട്ടത്തിനോ തയ്യാറെടുക്കുകയാണ് എന്ന് ഗ്രന്ഥികൾ തെറ്റിദ്ധരിക്കും. അപ്പൊ അവ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുമല്ലേ? അതെ. എന്നാൽ പൂർണ്ണ വിശ്രമാവസ്ഥയിൽ മകരാസനം ചെയ്യുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണരുകയും ശരീരം തികഞ്ഞ ശാന്തതയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ശാന്തമായ അവസ്ഥയിലാണ് നട്ടെല്ല് തിരിക്കുന്നത്. അതെ. ഈ ശാന്തമായ അവസ്ഥയിൽ നട്ടെല്ല് പതുക്കെ തിരിക്കുമ്പോൾ നട്ടെല്ലിനോട് ചേർന്നുള്ള ഗ്രന്ഥികൾക്ക് വളരെ മൃദുവായൊരു മസാജിംഗ് എഫക്റ്റാണ് ലഭിക്കുന്നത്. യാതൊരു സമ്മർദ്ദവുമില്ലാതെ ഹോർമോൺ ഉൽപ്പാദനം സന്തുലിതമാക്കാൻ ഈ മൃദുവായ ചലനത്തിന് കഴിയും.
അപ്പൊ നമ്മള് യോഗ ക്ലാസ്സുകളിലൊക്കെ കാണുന്ന ശീർഷാസനം പോലെ തലകീഴായി നിൽക്കുന്നതോ അല്ലെങ്കിൽ കാലുകൾ തലയ്ക്ക് പുറകിലേക്ക് കൊണ്ടുപോകുന്ന ഹാലാസനം പോലെയുള്ളതോ ആയ കഠിനമായ ആസനങ്ങൾ ഈ പറയുന്ന ഗ്രന്ഥികൾക്ക് സമ്മർദ്ദം നൽകില്ലേ? തീർച്ചയായും അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത. പഴയകാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ശരീരഘടനയല്ല ഇന്ന് കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന നമ്മുടേത്. അത് ശരിയാണ്. നമ്മുടെ ജീവിത രീതി ആകെ മാറിയല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ശീർഷാസനം ചെയ്യുമ്പോൾ ശരീരത്തിലെ രക്തം മുഴുവൻ തലച്ചോറിലേക്കും കഴുത്തിലേക്കും ഇരച്ചുകയറുകയാണ് ചെയ്യുന്നത്. 20-25 വയസ്സുള്ള ഒരാൾക്ക് രക്തക്കുഴലുകൾക്ക് നല്ല ഇലാസ്തികതയുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകില്ല. പക്ഷെ പ്രായം കൂടുമ്പോഴോ? ഒരു 40-45 വയസ്സിന് ശേഷം തലച്ചോറിലെ ഈ ചെറിയ മൈക്രോ കാപ്പിലറികൾ അഥവാ സൂക്ഷ്മ രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിച്ചാൽ പിന്നീട് പഴയതുപോലെ ചുരുങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല. ഇത് രക്തം കെട്ടിക്കിടക്കാനും തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനും വരെ കാരണമാകും. ദൈവമേ, അത് വളരെ അപകടമാണല്ലോ. അതെ, അതുപോലെ തന്നെ കഴുത്തിലെ ഞരമ്പുകളിൽ അമിതമായ ഭാരം വരുന്നത് സ്പോണ്ടലൈറ്റിസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് സുരക്ഷിതവും എന്നാൽ ശാസ്ത്രീയവുമായ മകരാസനം പോലുള്ള വ്യായാമങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ആ കാര്യം പറഞ്ഞത് നന്നായി. പ്രായം കൂടുന്തോറും ശരീരത്തിന് ആയാസം നൽകുന്ന കാര്യങ്ങൾ കുറയ്ക്കണമെന്നെനിക്ക് മനസ്സിലായി. എന്നാൽ ഈ വലിയ ആയാസം പാടില്ല എന്ന് പറയുമ്പോഴും നാം നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആയാസം നൽകുന്ന എന്നാൽ ഒരിക്കലും വ്യായാമം നൽകാത്ത ചില അവയവങ്ങളുണ്ട്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഫോണിലേക്കും ലാപ്ടോപ്പിലേക്കും എപ്പോഴും തുറിച്ചു നോക്കിയിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ. കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നത് നട്ടെല്ലിന് കേടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കണ്ണുകൾക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കണ്ണിലെ പേശികൾക്ക് നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നത് പോലെ വല്ല ട്രെയിനിങ്ങും കൊടുക്കേണ്ടതുണ്ടോ? വെയിറ്റ് എടുക്കുന്നത് പോലെയല്ല, അതൊരു തെറ്റായ ഉപമയാണ്. പകരം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് എപ്പോഴും ഒരേ അളവിൽ വലിച്ചു പിടിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക. കുറച്ചു കഴിയുമ്പോൾ ആ റബ്ബർ ബാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടും. അത് അയിഞ്ഞു പോകും. കൃത്യം. ഇതുതന്നെയാണ് നമ്മുടെ കണ്ണിലെ ലെൻസുകളെ നിയന്ത്രിക്കുന്ന സിലിയറി മസിലുകൾക്കും സംഭവിക്കുന്നത്. നമ്മൾ മണിക്കൂറുകളോളം ഒരു ഫോണിലേക്കോ സ്ക്രീനിലേക്കോ ഒരു പ്രത്യേക ദൂരത്തിൽ നോക്കിയിരിക്കുമ്പോൾ ഈ പേശികൾ ഒരേ അവസ്ഥയിൽ തന്നെ ലോക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോ പിന്നീട് ദൂരെയുള്ളൊരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ ഈ പേശികൾക്ക് കഴിയാതെ വരും. അതാണ് കാഴ്ച മങ്ങലായി മാറുന്നത്. നമ്മുടെ ഉറവിടങ്ങളിൽ പറയുന്ന നേത്രവ്യായാമങ്ങൾ ഈ പേശികളുടെ ഇലാസ്റ്റിസിറ്റി വീണ്ടെടുക്കാനാണ് സഹായിക്കുന്നത്. അതായത് കണ്ണുകൾ മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കുമൊക്കെ ചലിപ്പിക്കുന്ന സൂക്ഷ്മ വ്യായാമങ്ങൾ. ഒരു ദിവസം മുഴുവൻ ഒരേ ടെൻഷനിലിരുന്ന ആ റബ്ബർ ബാൻഡിനെ പല ദിശകളിൽ സ്ട്രെച്ച് ചെയ്ത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി തിരികെ കൊണ്ടുവരുന്നത് പോലെയാണല്ലേ? അതെ, അങ്ങനെ തന്നെ പറയാം. കണ്ണുകളിലെ ലെൻസുകൾക്ക് ചുറ്റുമുള്ള പേശികളിൽ വ്യത്യസ്ത ദിശകളിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ലെൻസുകളുടെ പിൻഭാഗം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ തുടർച്ചയായ മാറ്റം അവിടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതെ, അത് കാഴ്ചശക്തി ദീർഘകാലത്തേക്ക് നിലനിർത്തുകയും ചെയ്യും. പിന്നെ കണ്ണുകൾക്ക് മാത്രമല്ല, നമ്മുടെ വിരലുകൾക്കും ഇതേ ശ്രദ്ധ ആവശ്യമാണ്. പ്രായമാകുമ്പോൾ പലരുടെയും കൈകൾ വിറയ്ക്കുന്നതും കൈയക്ഷരം മാറിപ്പോകുന്നതുമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ, 45-50 വയസ്സാകുമ്പോഴേക്കും പലർക്കും പഴയതുപോലെ സ്പീഡിലോ വ്യക്തതയിലോ എഴുതാൻ കഴിയാറില്ല. എന്തുകൊണ്ടാണ് ശരിക്കും അത് സംഭവിക്കുന്നത്? അതിന് കാരണം ഈ വിരലുകളുടെ അറ്റത്തുള്ള അതിസൂക്ഷ്മമായ രക്തക്കുഴലുകൾ അഥവാ കാപ്പിലറി നെറ്റ്വർക്കുകൾ അടഞ്ഞു പോകുന്നതാണ്. നമ്മളെപ്പോഴും കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പേന പിടിക്കുകയോ ചെയ്യുമ്പോൾ വിരലുകൾ എപ്പോഴും മടക്കിയ അവസ്ഥയിലാണിരിക്കുന്നത്. അപ്പോ അവിടെ രക്തയോട്ടം കുറയുന്നു. അതെ, വിരലുകളിലേക്കും കൈപ്പത്തിയിലേക്കുമുള്ള രക്തയോട്ടം നിലനിർത്തുന്ന, അതായത് വിരലുകൾ നിവർത്തുകയും മടക്കുകയും ചെയ്യുന്ന ലളിതമായ വ്യായാമങ്ങൾ ശീലിച്ചാൽ കാപ്പിലറികൾ അടഞ്ഞുപോകുന്നത് തടയാം. അതുവഴി കൈകളുടെ വിറയളി മാറ്റാനും കൈയക്ഷരം മാറാതെ സൂക്ഷിക്കാനും സാധിക്കും. ഓഹോ, ഈ സൂക്ഷ്മചലനങ്ങൾ വലിയ ഭാരമെടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എന്നിപ്പോൾ മനസ്സിലായി. ഇതെല്ലാം കേൾക്കാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളായി തോന്നുന്നു. ശ്വാസമെടുക്കുമ്പോൾ കൈകൾ ഉയർത്തുക, കിടന്നുകൊണ്ട് നട്ടെല്ല് തിരിക്കുക, കണ്ണുകളും വിരലുകളും കൃത്യമായി ചലിപ്പിക്കുക. തീർച്ചയായും വളരെ എളുപ്പമാണ്. എന്നാൽ ഇതെല്ലാം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ മറന്നു പോകാനാണ് സാധ്യത. നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം ശരീരത്തിൽ കൊണ്ടുവരാനും അത് നിലനിർത്താനും എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്?
ഒരു 100 വയസ്സുകാരനും 8 വയസ്സുകാരനും ഒരുപോലെ ചെയ്യാൻ കഴിയുന്നൊരു റൊട്ടീൻ ഇതിലുണ്ടോ? ഇവിടെയാണ് കോശങ്ങളുടെ ഓർമ്മശക്തി അഥവാ സെല്ലുലാർ മെമ്മറി എന്ന ആശയവും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന ഒരാളുടെ ഉദാഹരണം തന്നെ എടുക്കാം. ആദ്യമായി കീബോർഡിന് മുന്നിൽ ഇരിക്കുമ്പോൾ അയാൾ ഓരോ അക്ഷരവും നോക്കി വളരെ പതുക്കെ ഒരു മിനിറ്റിൽ 1-2 വാക്കുകൾ മാത്രമായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചു നാളുകൾ ദിവസവും പരിശീലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് കൂടും. അയാളുടെ വിരലുകളും തലച്ചോറും തമ്മിലുള്ള ബന്ധം പുതിയ നാഡീവ്യൂഹങ്ങളെ സൃഷ്ടിക്കും. ഇതിനെയാണല്ലോ നമ്മൾ മസിൽ മെമ്മറി എന്ന് വിളിക്കുന്നത്. അതെ. പിന്നീട് അയാൾ കീബോർഡിലേക്ക് നോക്കേണ്ടതുപോലുമില്ല. സെക്കൻഡിൽ 10-40 വാക്കുകൾ വരെ ടൈപ്പ് ചെയ്യാൻ കഴിയും. അതായത് തലച്ചോറിൽ നിന്ന് വിരലുകളിലേക്കുള്ള പാത ഒരു കുണ്ടും കുഴിയുമുള്ള മൺവഴിയായിരുന്നത് നിരന്തരമായ പരിശീലനം കൊണ്ട് ഒരു എക്സ്പ്രസ് ഹൈവേ ആയി മാറി എന്ന് പറയാമല്ലേ? അതെ, വളരെ കൃത്യമാണ് ആ ഉപമ. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നതുപോലെ ഒരിക്കൽ ശരീരത്തിലെ കോശങ്ങൾ ആ ബാലൻസും താളവും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഓട്ടോമാറ്റിക് പ്രക്രിയയായി മാറുന്നു. ശരിയാണ്. നമ്മൾ ദിവസവും ഈ ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അത് തലച്ചോറിൽ പുതിയ പാതകൾ വെട്ടുകയാണ് ചെയ്യുന്നത്. കോശങ്ങൾക്ക് ശരിയായ രക്തയോട്ടവും ശ്വസനവും എങ്ങനെ വേണമെന്ന് ശരീരം തന്നെ പഠിച്ചെടുക്കുന്നു. അപ്പോ ഇതിനായി നമ്മൾ ദിവസവും എത്ര സമയം മാറ്റിവെക്കണം? ഒരു ക്രമം എങ്ങനെയായിരിക്കണം? ദിവസവും കുറഞ്ഞത് 15-20 മിനിറ്റ് മാറ്റിവെക്കുക. ആദ്യം ശ്വസന വ്യായാമങ്ങളിൽ തുടങ്ങി ശരീരത്തിൽ രക്തയോട്ടം ഉറപ്പാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ കൈകൾ ഉയർത്തിയുള്ള ആശ്വാസനം. അതെ. പിന്നീട് മകരാസനം പോലെയുള്ളവയിലൂടെ നട്ടെല്ലിലൂടെ ഈ ഊർജം മുഴുവൻ ഗ്രന്ഥികളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവസാനം കണ്ണുകൾ, വിരലുകൾ പോലെയുള്ള സൂക്ഷ്മ അവയവങ്ങളിലേക്കും ഈ ഊർജം എത്തിക്കുക. തുടർച്ചയായ ഈ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ശരീരത്തെ പഴയ ആരോഗ്യത്തിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ കഴിയും. എല്ലാം കൃത്യമായി മനസ്സിലായി. പരമ്പരാഗതമായ കഠിന വ്യായാമങ്ങൾ പലതും ഇന്നത്തെ നമ്മുടെ ജീവിതരീതിക്ക് അനുയോജ്യമല്ലെന്നും പകരം ശരീരത്തിന്റെ സ്വാഭാവിക താളത്തെയും നാഡീവ്യൂഹങ്ങളെയും അസ്വസ്ഥമാക്കാത്ത ലളിതമായ ചലനങ്ങളാണ് നമുക്ക് വേണ്ടതെന്നും നാം തിരിച്ചറിഞ്ഞു. തീർച്ചയായും. കൈകൾ ഉയർത്തിയുള്ള ശ്വസനത്തിൽ തുടങ്ങി സുരക്ഷിതമായ മകരാസനത്തിലൂടെ ഹോർമോണുകളെ നിയന്ത്രിച്ച് കണ്ണുകളുടെയും വിരലുകളുടെയും സൂക്ഷ്മകോശങ്ങളെ വരെ ഉണർത്തുന്ന ഒരു സമ്പൂർണ്ണ പുനർനിർമ്മാണ പ്രക്രിയയാണ് ഈ ആഴത്തിലുള്ള ചർച്ചയിലൂടെ നാം ഇന്ന് കണ്ടത്. ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ ചിന്തിപ്പിക്കാൻ പോകുന്നൊരു ചോദ്യം കൂടി ബാക്കി വെച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മുടെ ഓരോ ശീലങ്ങളും നമ്മുടെ കോശങ്ങളുടെ ഘടനയെ മാറ്റുന്നുണ്ടെന്നും ആ മാറ്റങ്ങൾ നിരന്തരമായ ആവർത്തനത്തിലൂടെ ഒരു ഓർമ്മയായി കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്നും നമ്മൾ കണ്ടു. ശാസ്ത്രത്തിൽ എപ്പിജെനറ്റിക്സ് എന്നൊരു ശാഖ തന്നെയുണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടുകളും ശീലങ്ങളും നമ്മുടെ ജീനുകളുടെ പ്രവർത്തനത്തെ എങ്ങനെ മാറ്റുന്നു എന്ന് പഠിക്കുന്ന ശാഖ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഈ പുതിയ ശരിയായ ശ്വസനവും ഇരിക്കുമ്പോഴുള്ള പോസ്ചറും നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല മാറ്റാൻ പോകുന്നത്. നിങ്ങളുടെ കോശങ്ങളിൽ നിങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്ന ഈ പുതിയ ഓർമ്മകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് നിങ്ങൾ DNA വഴി കൈമാറാൻ പോകുന്ന ഏറ്റവും വിലപ്പെട്ട ആരോഗ്യകരമായ ഒരു പാരമ്പര്യമായിരിക്കാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരമാകുന്ന ആ വീടിന്റെ ഓരോ പുതിയ ഇഷ്ടികകളും നിങ്ങളുടെ ഭാവി തലമുറയ്ക്കുള്ള ഒരു സമ്മാനമായിരിക്കാം. ഇതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മറുപടി നിങ്ങൾ തന്നെ കണ്ടെത്തുക.